ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങളുള്ള ഭാഗം മറച്ചുവെക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലെ പ്രമുഖർ എന്ന പരാമർശമാണ് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരരാജാക്കന്മാരെ വരെ സംശയത്തിന്റെ നിഴലാക്കിയിരിക്കുന്നത്. ഇതോടെ ഇരുഭാഗത്തു നിന്നുമുള്ള ഫാൻസുകാരും പരസ്യ പോരിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഒരു പ്രമുഖ നടനിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. റിപ്പോർട്ട് പുറത്തു വന്നതിന് മുമ്പാണ് നടൻ മോഹൻലാൽ ആശുപത്രിയിലായത്. ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ചകൾ. പനിയും ശ്വാസതടസ്സവും അടക്കം അനുഭവപ്പെട്ട താരത്തെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് 5 ദിവസത്തെ വിശ്രമവും നിർദ്ദേശിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തുവിട്ടത്. അതിനിടെ തിങ്കളാഴ്ച നടി രഞ്ജിനി റിപ്പോർട്ട് സ്വകാര്യതാ ലംഘനം ഉണ്ടാക്കുമോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ച് ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിലും സംശയങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. ഇതിനു പിന്നിലും പ്രമുഖർ ഉണ്ടെന്നാണ് അടക്കം പറച്ചിലുകൾ. പൂർണ്ണ റിപ്പോർട്ട് പുറത്തു വന്ന് സംഭവം കൈവിട്ടുപോയാൽ നിയമ നടപടിക്ക് സർക്കാർ നിർബന്ധിതമാകും. പോക്സോ അടക്കം പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ നേരിട്ടൊരു നടപടിയിലേക്ക് കടക്കാതിരിക്കാൻ പോലീസിനും കഴിയില്ല. റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ആവുന്നത്ര വൈകിപ്പിച്ചും സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയുമാണ് ഇത്രനാൾ പിടിച്ചു നിന്നത്. എന്നാൽ റിപ്പോർട്ട് പുറത്തായേക്കുമെന്ന സാഹചര്യത്തിലാണ് നടി രഞ്ജിനി ഇറക്കി ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. ഇങ്ങനെയാണ് ചർച്ചകൾ മുന്നേറുന്നത്. നടിമാരായ ശോഭന, ലക്ഷ്മി ഗോപാലസ്വാമി, രേവതി തുടങ്ങിയവരും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന് പിന്നാലെ രേവതിയുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങളിൽ ഞെട്ടാൻ എന്താണുള്ളതെന്നാണ് രേവതി മറുപടി പറഞ്ഞത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടാനൊന്നുമില്ല, കാരണം എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നും രേവതി പറഞ്ഞിരുന്നു. പിന്നാലെ പ്രതികരണവുമായി തിലകന്റെ മകൾ സോണിയ തിലകനും രംഗത്തു വന്നിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന് പിന്നിൽ പ്രമുഖ നടനാണെന്നാണ് ഇവർ പറയുന്നത്. പേര് വൈകാതെ പുറത്തുവിടുമെന്നും പറയുന്നുണ്ട്. അതിനിടെ കുറ്റവാളികളെ ചൂണ്ടിക്കാട്ടും വിധമുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മൊഴി പകർപ്പുകളും കയ്യിലുണ്ടെങ്കിലും താൻ മന്ത്രിയായിരുന്ന 3.5 വർഷത്തിനിടയ്ക്ക് ഒരു നടിയും പരാതി നൽകിയിട്ടില്ലെന്ന ഒഴുക്കൻ മറുപടിയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നൽകിയിരിക്കുന്നത്. മൊഴി പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി തീരുമാനം വന്നാലേ കേസെടുക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ച കാലത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലൻ പറയുന്നത്. പരാതി ലഭിച്ചാൽ മാത്രം നടപടിയെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതോടെ റിപ്പോർട്ടിനപ്പുറം നടപടിയൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. ലൈംഗിക ചൂഷണത്തോടൊപ്പം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന മറ്റു ഗുരുതര കുറ്റങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും അടക്കം സിനിമാ മേഖലയിൽ സജീവമാണ്. മയക്കുമരുന്ന് എത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിലുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. സിനിമാ നിർമ്മാണം വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നത് സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി മാത്രം ആധാരമാക്കി സർക്കാരിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാമെന്നിരിക്കെ അതിൽ നിന്ന് ഒളിച്ചുകൂടുകയാണ് ഇപ്പോൾ. സ്ത്രീകൾ മാത്രമല്ല കമ്മിറ്റിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ചിലരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കുകയും പ്രതിഫലം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് നടന്മാരും മൊഴി നൽകിയിരിക്കുന്നു. അപ്രഖ്യാപിത വിലക്കും ഏർപ്പെടുത്തും. സിനിമയെ നയിക്കുന്നത് പ്രത്യേക കോക്കസാണ്. അതിനു പുറത്താണെങ്കിൽ അവസരങ്ങളുണ്ടാകില്ലെന്നാണ് മിക്ക സിനിമാ പ്രവർത്തകരുടെയും പരാതി. അതേസമയം സംസ്ഥാനത്ത് സിനിമാ നയരൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. റിപ്പോർട്ടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ നീക്കം. റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ ഇത് പുറത്തുവിടരുതെന്നും ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 കത്ത് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും അവസാനിപ്പിച്ചു. മൊഴി നൽകിയ ആരെങ്കിലും പരാതിപ്പെടാൻ തയ്യാറാണെങ്കിൽ കേസെടുത്തു അന്വേഷിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തതോടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന സൂചനയാണുള്ളത്. ഇതോടെ കൊടും കുറ്റവാളികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു.